കഥകളി വേദികളിൽ നിന്ന് പിൻവാങ്ങുന്നതായി കലാമണ്ഡലം ഗോപിയാശാൻ. ശാരീരിക അവശതകൾ മൂലമാണ് വേദികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ശരീരം വഴങ്ങുന്നില്ല എന്നും ഗോപിയാശാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭീമൻ, നളൻ ഉൾപ്പെടെ നിരവധി വേഷങ്ങൾ അരങ്ങിൽ അവതരിപ്പിച്ച് വിസ്മയിച്ച കഥകളി ആചാര്യനാണ് കലാമണ്ഡലം ഗോപി. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശാൻ പറയുന്നു, മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. വേഷമഴിക്കാൻ സമയമായി. കാലുകൾക്ക് വേദനയുണ്ട്. ഏറെ നേരം നിൽക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ അരങ്ങിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഞാൻ. 87 വയസ്സിൽ തൻ്റെ ശാരീരിക നിസ്സഹായാവസ്ഥ തുറന്നു പറയുമ്പോൾ കലാസാംസ്കാരിക കേരളം വേദനയോടെയാണ് ആ വാക്കുകൾക്ക് ചെവി കൊടുത്തത്. ഇതിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ എന്നോട് സ്നേഹിക്കുന്ന ആൾക്കാർ കൂടി എന്നെ വെറുക്കും. അതുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത്. ഗുരുവായൂർ ഉത്സവത്തിനും കോട്ടയ്ക്കൽ ഉത്സവത്തിനും വേഷം കെട്ടാൻ പറ്റാത്ത നിലപാട് വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇതാണ് നല്ലതെന്ന് മനസ്സിൽ തോന്നി. പതിറ്റാണ്ടുകൾ നീണ്ട കലാജീവിതം. കഥകളി ആചാര്യനപ്പുറം സിനിമാ രംഗത്തും സാന്നിധ്യമുണ്ടായി. പത്മശ്രീ, കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തി ഗോപിയാശാനെ. അംഗീകാരങ്ങളുടെ ഉന്നതിയിലും ലാളിത്തം വിടാതെ തൻ്റെ കഥകളിയെ മുറുകെ പുണർന്നു 87 വയസ്സ് വരെ. ഇനി വയ്യ. അരങ്ങിൽ നിന്നും മാറി നിന്നാലും താൻ അവതരിപ്പിച്ച വേഷങ്ങളിലൂടെ ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും കലാമണ്ഡലം ഗോപി എന്ന ഇതിഹാസ കലാകാരൻ. റിപ്പോർട്ടർ, തൃശൂർ.